വാശിയേറിയ മത്സരങ്ങളും ഒന്നൊന്നും മികച്ച പ്രകടനങ്ങളുമായി ഹിയർ ഇസ് ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2. എല്ലാവർക്കും ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2ന്റെ സെമി ഫൈനൽ സ്റ്റേജിലേക്ക് സ്വാഗതം. ITL World Junior Idol Season 2. Now let's welcome the strong judging panel of ITL World Junior Idol Season 2. Vijay Bal, Rimi Tommy and Anup Shankar. ITL World Junior Idol Season 2ന്റെ സെമി ഫൈനൽ സ്റ്റേജിൽ നമുക്ക് 5 ഡിഫറെന്റ് റൗണ്ട്സ് ആണുള്ളത്. ഇന്നത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് പെർഫോമൻസ് ഡ്യുവറ്റ് വിത്ത് ജൂനിയർ ഐഡൽസ് ആണ്. അതിനായി നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം അലീന സ്റ്റാൻലി. അലീന കുട്ടി, സെമി ഫൈനൽ സ്റ്റേജിലെ ഡ്യുവറ്റ് വിത്ത് ജൂനിയർ ഐഡൽ പെർഫോമൻസ് അല്ലേ? അപ്പം ഇന്ന് ഏത് സോങ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? ഒരു നാൾ ഒരു കനവെന്ന മൂവിയിലെ കാറ്റിൽ വരും ഗീതമേ. നൈസ് സോങ് സെലക്ഷൻ. അപ്പം മോളെ സപ്പോർട്ട് ചെയ്യാൻ ആരാണ് ഇന്ന് വരാൻ പോകുന്നത്? വർഷ ചേച്ചിയാണ് വരുന്നത്. വർഷ ചേച്ചിയാണല്ലേ നമ്മുടെ ജൂനിയർ ഐഡൽ സീസൺ 1ലെ വിന്നർ. ലെറ്റ്സ് വെൽക്കം വർഷ. ഹായ് വർഷ. ഹായ്. കഴിഞ്ഞ എപ്പിസോഡിലെല്ലാം നല്ല നല്ല പെർഫോമൻസിലായിരുന്നു ഞങ്ങൾക്ക് തന്നത്. ഇന്ന് അലീന എന്നെ സപ്പോർട്ട് ചെയ്യാനാണ് വന്നിരിക്കുന്നത് അല്ലേ? പട്ടുപാവാടയും ബ്ലൗസിൽ നല്ല സുന്ദരിയായിട്ടുണ്ട് വർഷ കുട്ടി. അപ്പം റെഡി ആണല്ലോ പെർഫോം ചെയ്യാൻ? രണ്ടുപേരും റെഡി? അലീന, ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. ലെറ്റ്സ് ഹാവ് എ ലുക്ക്. കാറ്റിൽ വരും ഗീതമേ എൻ കണ്ണനെ അറിവായ, കാറ്റിൽ വരും ഗീതമേ എൻ കണ്ണനെ അറിവായ,
ആൻഡ് വർഷക്കുട്ടി, എ ഡിവൈൻ പെർഫോമൻസ് ഫ്രം ബോത്ത് ഓഫ് യു. നന്നായിരുന്നു. ഞങ്ങളുടെ എപ്പിസോഡ് ശരിക്കും ബ്രൈറ്റ് ആക്കി നിങ്ങൾ രണ്ടുപേരും. അലീന കുട്ടി, എങ്ങനെയുണ്ടായിരുന്നു വർഷ ചേച്ചിയോട് പാടാൻ? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? ഇനി നമുക്ക് ജഡ്ജസിന്റെ അഭിപ്രായം അറിയാം. സ്റ്റാർട്ട് വിത്ത് അനൂപേട്ട. Alina and Varsha, thank you for such a beautiful rendering of this great composition of Ilayaraja. അസലായിട്ട് പാടി രണ്ടുപേരും. ഒരു നാൾ ഒരു കനവ് എന്ന ഫാസിൽ ചിത്രത്തിനു വേണ്ടി ഇളയരാജ സർ ഒരുക്കിയ ഗാനമാണ്. വാലിയാണ് അതിന്റെ ഗാനരചന. രാജ സാറിന്റെ മകളായ ഭവതാരിണി, ശ്രേയ ഘോഷാൽ, സാധന സർഗം ഉണ്ടെന്നാണ് തോന്നുന്നത്. അതെ, സാധന സർഗം പാടിയിട്ടുണ്ട്. ആൻഡ് ഹരിഹരൻ സാർ, ഒപ്പം ഒരു വേർഷനിൽ ഇളയരാജ സാറും പാടിയിട്ടുണ്ട്. അങ്ങനെ വലിയൊരു ഗായക നിര തന്നെ അണിനിരന്ന ഒരു ഗാനമാണ്. നിങ്ങൾ പാടുന്നത് കേട്ടപ്പോൾ ആദ്യം കണ്ടപ്പോൾ തോന്നിയത് ശരിക്കും ഒരു വീട്ടിൽ നടക്കുന്ന രണ്ട് സിസ്റ്റേഴ്സ് തമ്മിൽ പാടുന്ന പാട്ടായിട്ടാണ് തോന്നിയത്. അത്ര ഒരു സിമിലാരിറ്റി ഉണ്ടായിരുന്നു വിഷ്വലി. ഇറ്റ് വാസ് വെരി ഗുഡ്. കൺഗ്രാറ്റുലേഷൻസ് ഫോർ ദാറ്റ്. ആൻഡ് വർഷ, ഗ്രേറ്റ് ആസ് ഓൾവേസ്. മോളുടെ സിംഗിങ്ങിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി, ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു. നിങ്ങൾ ഇവിടെ നിന്ന് മത്സരിച്ച് ജയിച്ചു പോയവർ അവർ തിരിച്ചു വന്ന് പാടുമ്പോൾ ഏറെ സന്തോഷം തോന്നുന്ന ഒരു കാര്യം, അവർ ഭയങ്കര കംഫർട്ടബിൾ ആയി കഴിഞ്ഞു അവരുടെ സിംഗിങ് ഒരു ഏരിയയിൽ. അതൊരു കോമ്പറ്റീഷൻ അല്ലാത്തത് കൊണ്ടായിരിക്കാം, ബട്ട് സ്റ്റിൽ ഭയങ്കര ഒരു എന്താ പറയാ, എപ്പോഴും പാട്ടിന്റെ ഏറ്റവും വലിയ വിജയം നമ്മളത് റിലാക്സ്ഡ് ആയിട്ട് എൻജോയ് ചെയ്ത് പാടുമ്പോഴാണ്. അപ്പൊ നിങ്ങളിൽ നിന്ന് ആ ഒരു സ്റ്റൈലിൽ പാട്ട് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഗ്രേറ്റ് സിംഗിങ് ആസ് ഓൾവേസ്. ഗോഡ് ബ്ലെസ് യു. ആൻഡ് അലീന, അസലായിട്ട് പാടി മോളെ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. മോളുടെ വോയിസ് അത്ര മനോഹരമായിട്ട് ഈ പാട്ടിനെ സപ്പോർട്ട് ചെയ്തു. അതായത് ഇതിന്റെ ഹയർ ആസ് വെൽ ആസ് ലോവർ ഒക്ടേവ് രണ്ട് ഈ പാട്ടിനെ സംബന്ധിച്ച് മോളുടെ രണ്ട് റേഞ്ചസും വളരെ ക്ലിയർ ആയിരുന്നു കേൾക്കാനായിട്ട്. അതായത് എസ്പെഷ്യലി പാലൈ മറന്ത്, ആ പാലൈ എന്ന് പറയുന്ന സ്ഥലത്തും ആൻഡ് വനന്തുമുയിർക്ക് എന്ന് പറഞ്ഞ ഹൈ പോർഷൻ, രണ്ടും അത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു കേൾക്കാനായിട്ട്. അതൊരു നല്ല കാര്യം. പിന്നെ എക്സ്പ്രഷൻസ് വർ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ചില സ്ഥലങ്ങളിൽ. അനുപല്ലവിയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഒരു ചെറിയ സെഷൻ പല്ലവി കുറച്ചുകൂടി സോഫ്റ്റ് ആക്കിയിട്ട് പാടാമായിരുന്നു തോന്നി. മോളുടെ ബ്രൈറ്റ് സിംഗിങ് ആണ് അവിടെയും പാടിയത്. പക്ഷെ പല്ലവി ഈസ് എ ബിറ്റ് സോഫ്റ്റ് കമ്പയർ ടു ദി ഹോൾ സോങ്. അപ്പൊ ആ ഒരു സോഫ്റ്റ്നെസ് മാത്രമേ ആകായിരുന്നു തോന്നിയുള്ളൂ. വേറെ പ്രത്യേകിച്ച് തെറ്റുകളൊന്നും പറയാനില്ല. ഇതിൽ അഭിനയിച്ച ശരണ്യ മോഹൻ, രമ്യ നമ്പീശൻ, ശ്രീകാന്ത്, സോണിയ കർവാൾ. ഇതില് മറ്റൊരു താരം KV പ്രസാദ് എന്ന മൃദംഗ കലാകാരൻ, അദ്ദേഹത്തെയും സ്മരിച്ചുകൊള്ളുന്നു. ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. അലീന, വർഷ അനു പറഞ്ഞ പോലെ കോമ്പറ്റീഷന്റെ സമയത്ത് വർഷ എന്നും ഇങ്ങനെ തന്നെയാണ്, കൂളായിട്ടാണ്. എത്ര നമ്മൾ തന്നെ ഞെട്ടിപ്പോയിട്ടില്ലേ, ഈ കുട്ടി തന്നെയായിരുന്നു. വല്ല മെഷീൻ ഉണ്ടോ തൊണ്ടയിൽ വെച്ച് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? നമ്മൾ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഏത് ടഫായ പാട്ട് പാടിക്കോട്ടെ, വർഷ അതിന് പ്രത്യേകിച്ച് മുഖത്തൂടെ ഒരു സ്ട്രെയിൻ കൊടുക്കുന്നു. അത് വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ മോളെ. നമ്മളൊക്കെ ആരാണെങ്കിലും ഒന്ന് അടുത്തൊരു സംഭവം വരുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഒന്ന് പ്രിപ്പയർഡ് ആയിട്ട് നമ്മുടെ മുഖമൊക്കെ ഏതൊക്കെ രീതിയിൽ പോവും. അത് അത്ഭുതമുള്ള കാര്യമില്ല. പക്ഷെ മുഖം ദൈവം അനുഗ്രഹിച്ച് കിട്ടിയ ഒരു കഴിവാണ്. എല്ലാം കൂടെ ഒത്തൊരു പാട്ടുകാരിക്ക് കിട്ടുക എന്ന് പറഞ്ഞാല്. അല്ല, ഹമ്മിങ് അവിടെയാണല്ലോ സ്റ്റാർട്ട് ചെയ്തത്. എന്ത് രസമായിട്ട് പാടി. അതുപോലെ നിങ്ങള് അലീനയുടെ കാര്യം പറയാനാണെങ്കിൽ നന്നായിട്ട് പാടി. മോക്കും പറഞ്ഞ പോലെ ഭയങ്കര ശബ്ദം, എന്ത് ബ്രൈറ്റ് ആണ്. നല്ല, ഇപ്പൊ ചില സൗണ്ട് എഞ്ചിനീയേഴ്സ് പറയും പ്രോഗ്രാമിനൊക്കെ ചെല്ലുമ്പോ നല്ല ലെവലുണ്ടെന്ന് ചില സിംഗേഴ്സ് പറയും. അതേപോലെ മോക്കൊരു ലൈവ് സ്റ്റേജിലൊക്കെ പാടുമ്പോ സൗണ്ട് എഞ്ചിനീയേഴ്സിനൊന്നും ഒരിക്കലും ബുദ്ധിമുട്ട് വരത്തില്ല. കാരണം നല്ല ഒരു പെർഫോമൻസ്, പുറത്തൊക്കെ ലൈവ് ഷോയ്ക്കൊക്കെ പാടുമ്പോൾ ഓൾറെഡി നല്ല ശബ്ദമുണ്ട് മോക്ക്. പിന്നെ അനുവേട്ടൻ പറഞ്ഞ പോലെ തുടക്കത്തിൽ കുറച്ച് സോഫ്റ്റ് ആക്കായിരുന്നു. കാറ്റിൽ വരും ഗീതമേ കണ്ണനെ അറിവായോ, അങ്ങനെ ഒരു കുറച്ച് സോഫ്റ്റ് ആയിട്ട് ആ പാട്ട് തുടങ്ങുന്നത്. പക്ഷെ മോളുടെ ശബ്ദം അങ്ങനെ ആയതുകൊണ്ട് മോള് അങ്ങനെ പാടി പഠിച്ചത് കൊണ്ട് അങ്ങനെ വന്ന. പക്ഷെ ഇതിലൊരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. നിങ്ങൾ ആ ഒന്ന് ചേർന്നൊക്കെ പാടിയതൊക്കെ ഇവിടെ എല്ലാവരും ഭയങ്കരമായിട്ട് ആസ്വദിക്കായിരുന്നു. അസലായിട്ട് നിങ്ങൾ കാരണം രണ്ടുപേരും ഒന്നിച്ച് പാടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഒരാൾ വേറൊരു പ്ലാൻ പാടിക്കഴിഞ്ഞാൽ വേറൊരു വഴിക്ക് പോയി കഴിഞ്ഞാൽ ഒട്ടും ചേർച്ചയില്ലാണ്ടാവും. ഇത് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് അല്ലേ, ഒന്നിച്ചിരുന്ന് കുറെ പ്രാക്ടീസ് ചെയ്തെന്ന് തോന്നുന്നു അല്ലേ. അതിന്റെ നമുക്ക് ആ റിസൾട്ട് തീർച്ചയായിട്ടും ഇവിടെ കിട്ടി. നല്ലൊരു പാട്ട് രാജാ സാറിന്റെ ഫാസിൽ ചിത്രത്തിൽ നിന്ന് നല്ലൊരു ഗാനം സെലക്ട് ചെയ്ത് അത് ഇവരെ കൊണ്ട് പാടിപ്പിച്ചതിന് അനൂപിനും ഒരു സ്പെഷ്യൽ താങ്ക്സ്. അലീന ആൻഡ് വർഷ അസലായിട്ട് പാടി കേട്ടോ. വേറെ കൂടുതലായിട്ടൊന്നും പറയാനില്ല എനിക്ക്. കാരണം അസലായിട്ട് പാടിയൊരു ഈ കാറ്റിൽ വരും ഗീതമേ എന്ന് പറയുന്ന ഒരു വരി അന്വർത്ഥമാക്കുന്ന പാട്ടായിരുന്നു. പാട്ടിൽ ഈ കാറ്റിൽ വരുന്ന പാട്ടായിട്ട് തന്നെ തോന്നി എനിക്ക്. വർഷ ആ ഒരു ഹമ്മിങ് ഒന്നുകൂടി ഒന്ന് വെറുതെ കേൾക്കാനൊന്ന് പാടാവോ? ഞാൻ എന്റെ എൻഡിലൊരു സ്വരം സംശയം പോലെ തോന്നി.
അനുപല്ല തുടങ്ങുമ്പോഴുള്ള ഒരു ഹമ്മിങ് ഇല്ലേ, അന്ന് വെറുതെ പാടും. പസരിയും അന്ത ചിസരിയും പാலை മറந்து அந்த பாம்பரியும் பசரியும் அந்த சிசரியும் பாலை மறந்து அந்த பாம்பரியும் வருந்த உயிர்க்க ഓക്കെ ഓക്കെ അതൊന്ന് അറിയാൻ വേണ്ടി അവസാനത്തെ ഒരു എന്താ എൻ്റെ ഒരു അത് നന്നായിട്ടുണ്ട്. പിന്നെ കാറ്റിൽ വരും അത് മിഡ് പല്ലവി പാടിയപ്പോ ചെറുതായിട്ട് എന്തോ ഒരു തോന്നി. അതൊക്കെ ഉള്ളൂ, ചെറിയ അത്തരം കാര്യങ്ങളേ ഉള്ളൂ. വേറെ എല്ലാം കൊണ്ടും മനോഹരമായിട്ടുള്ളൊരു പാടലായിരുന്നു. ഓർക്കസ്ട്രയും ബ്യൂട്ടിഫുൾ ഓർക്കസ്ട്ര എല്ലാം കൊണ്ടും ഒരു നല്ലൊരു കാഴ്ചയും കേൾവിയും കേട്ടോ. ഗുഡ് ലക്ക്. താങ്ക് യു ബിജേട്ടാ. അപ്പം അലീന കുട്ടി ഇനി മാർക്സ് അറിയാം. അനുവേട്ടാ ഓൺ 30. അലീനയ്ക്ക് 28 out of 30. സ്റ്റൈൽ, ആറ്റിറ്റ്യൂഡ് ആൻഡ് പെർഫോമൻസിന് 3.75 out of 4. താങ്ക് യു അനുവേട്ടാ. അറിയും ചേച്ചി 28. ഇനി മനോഹരമാക്കിയിരുന്നെങ്കിൽ 28.5ഉം 29 ഒക്കെ ആയാനെ. സാരമില്ല, റൗണ്ടുകൾ കടക്കുകയാണ് കേട്ടോ. അതിൽ നമ്മള് 29 ഒക്കെ മേടിക്കണം. ഫീലിന് 2.75. താങ്ക് യു റിം ചേച്ചി. ബിജേട്ടാ 28 on 30, 2.75 expression. Thank you, Bicheta. That make your total score 93.25 on 100. അലീന നല്ല സ്കോറാണ്. അലീന, വർഷ ഹാപ്പി ആയോ? ഇവർക്ക് മാർക്ക് കിട്ടുമ്പോൾ കുറച്ചുകൂടെ സന്തോഷമാണ് അല്ലേ? അതെ. അപ്പം ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. അലീന അടുത്ത പെർഫോമൻസിൽ ഇതിലും